നോക്കാൻ പോകുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റിനെ 7 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിന് ഒന്ന് എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ട്, രണ്ട് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്, ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റിനെ ബേസ് ചെയ്തിട്ട്, ഐഡന്റിഫയബിലിറ്റി അല്ലെങ്കിൽ ട്രേസബിലിറ്റി, കൺട്രോളബിലിറ്റി, ടൈമിനനുസരിച്ച്, അതേപോലെ തന്നെ മാനേജീരിയൽ ഡിസിഷൻ. ഇങ്ങനെ 7 ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് കോസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും. എലമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ് അങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ റോ മെറ്റീരിയൽ ആവാം, കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആവാം, കമ്പോണൻസ്, പാർട്സ് ആവാം. ഇപ്പൊ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷന് ഉപയോഗിക്കേണ്ടി വരുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയാണ്, മെറ്റീരിയൽ കോസ്റ്റിനെയാണ് മെറ്റീരിയൽ കോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ആണ് ലേബർ കോസ്റ്റിൽ വരുന്നത്. ദാറ്റ് ഈസ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് ലേബർ കോസ്റ്റിൽ വരുന്നത്. ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, വേജ്, ബോണസ്, കമ്മീഷൻ ആൻഡ് അതർ ഇൻസെന്റീവ്സ് എല്ലാം ഈ ലേബർ കോസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ലേബർ കോസ്റ്റ് എന്ന് പറയുമ്പോൾ റെമ്യൂണറേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് ലൈക്ക് സാലറി, വേജ്, ബോണസ്, കമ്മീഷൻ എക്സെട്ര. ഇനി അടുത്തത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത വേറെ എക്സ്പെൻസുകളാണ് എക്സ്പെൻസ് എന്ന് പറയുന്ന എലമെന്റിൽ വരുന്നത്. ഓൾ എക്സ്പെൻസസ് അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് ലേബർ, അതാണ് എക്സ്പെൻസിൽ വരുന്നത്. അപ്പോൾ മെറ്റീരിയലിനും ലേബറിനും അകത്ത് ഉൾപ്പെടുത്താത്ത എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ റെന്റ് ആവാം, ഇൻഷുറൻസ് ആവാം, ഡിപ്രിസിയേഷൻ ആവാം. അങ്ങനെയുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ലേബർ കോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത എക്സ്പെൻസുകളാണ് എക്സ്പെൻസ് എന്നുള്ള വിഭാഗത്തിൽ വരുന്നത്, എലമെന്റിൽ വരുന്നത്. അപ്പൊ എലമെന്റിനനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ് അങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് കോസ്റ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. കോസ്റ്റിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മാനുഫാക്ചറിങ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അതിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും, അതാണ് മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഈസ് നോൺ ആസ് മാനുഫാക്ചറിങ് കോസ്റ്റ്. അതായത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റുകളാണ് മാനുഫാക്ചറിങ് കോസ്റ്റ്. മാനുഫാക്ചറിങ് കോസ്റ്റിനെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും ഫാക്ടറി കോസ്റ്റ് എന്നും വർക്ക് കോസ്റ്റ് എന്നും പറയാം. ഫാക്ടറി ലെവലിൽ വരുന്ന കോസ്റ്റ് ആണ് മാനുഫാക്ചറിങ് കോസ്റ്റ്. പ്രൊഡക്ഷൻ, ഫാക്ടറി ആൻഡ് വർക്ക് കോസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അടുത്തത് രണ്ടാമത് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി വരുന്ന കോസ്റ്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓഫീസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ വരും. ഓഫീസ് കോസ്റ്റ് അതായത് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും, ഓഫീസ് റെന്റ്, ഓഫീസ് ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെന്റ്, ഓഫീസ് ബിൽഡിങ്ങിന് വരുന്ന ഡിപ്രിസിയേഷൻ, സാലറി ടു മാനേജർ, അങ്ങനെ ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കോസ്റ്റുകളും അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിലാണ് വരുന്നത്. കോസ്റ്റ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് മൂന്നാമത്തേത് സെല്ലിംഗ് എക്സ്പെൻസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ക്രിയേറ്റിംഗ് ഓർ സ്റ്റിമുലേറ്റിംഗ് ഡിമാൻഡ് ആൻഡ് സെക്യൂറിംഗ് ഓർഡർ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വരുന്ന കോസ്റ്റ്. സെല്ലിംഗ് എക്സ്പെൻസ് അതിൽ വരുന്നത് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്യൂമേഴ്സിനെ അറിയിക്കണം, കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ അവർക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യണം, ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വരും, പബ്ലിസിറ്റി കോസ്റ്റ് വരും, സെയിൽസ്മാൻ എക്സ്പെൻസ് വരും, സെയിൽസ്മാൻ കമ്മീഷൻ വരും. അപ്പം അങ്ങനെയുള്ള കോസ്റ്റുകളാണ് സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അതർ സെല്ലിംഗ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസുകളുമാണ് ഇതിൽ സെല്ലിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ എക്സ്പെൻസസ് ഫോർ ഡെലിവറിങ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ഫാക്ടറിയിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുവാൻ വേണ്ട കോസ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്.
കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുവാൻ വേണ്ട കോസ്റ്റ്. അപ്പോൾ അതായത് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ വേണം, കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരും, ദെൻ വെയർ ഹൗസ് ആവശ്യമായിട്ട് വരും, വെയർ ഹൗസ് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ഫാക്ടറിയിൽ നിന്ന് കൺസ്യൂമറിലേക്ക് എത്തിക്കുവാൻ എത്ര കോസ്റ്റ് വരും, അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് മാനുഫാക്ചറിങ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് സർവീസ് or product, administration cost, cost of general administration or office expense, selling expense, cost of creating and stimulating demand and securing order, then distribution cost, expense for delivering finished goods to consumers. ഇത്രയുമാണ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്തത് ബിഹേവിയർ ഓർ വേരിയബിലിറ്റി. ബിഹേവിയർ അനുസരിച്ചിട്ട് കോസ്റ്റ് ബിഹേവിയറിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വേരിയബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയത്തിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് കോസ്റ്റിന് മാറ്റമൊന്നും സംഭവിച്ചില്ലെങ്കിൽ അതിനെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. കോസ്റ്റ് ഫിക്സഡ് ആയിട്ട് ഇരിക്കുക, കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുക. പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടോ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടോ കോസ്റ്റിൽ ഒരു വ്യത്യാസം വന്നില്ലെങ്കിൽ അത് ഫിക്സഡ് കോസ്റ്റ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് കോൺസ്റ്റന്റ് ആയിരിക്കുക. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വേരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് ഇൻ ടോട്ടൽ എന്താണ് റിമൈൻ കോൺസ്റ്റന്റ്. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യാം വേരി ചെയ്യാം. ഇൻ ലോങ് റണ്ണിൽ പെർ യൂണിറ്റ് എന്ത് ചെയ്യാം വേരി ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 100 യൂണിറ്റ് ആണ്. അപ്പൊ അതിന് 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത് 5000 ആണ്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത് 5000 ആണ്. അപ്പൊ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് വേണ്ടി വരുന്ന ഫാക്ടറി റെന്റ് അല്ലെങ്കിൽ ഫാക്ടറി റെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ റെന്റ് എന്ന് പറയുന്നത് 5000 ഡിവൈഡഡ് ബൈ 5000 ആണ് ഫാക്ടറി റെന്റ്. 100 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5000 ഡിവൈഡഡ് ബൈ 100 50 ആണ് നമുക്ക് ഒരു യൂണിറ്റിലേക്ക് ചാർജ് ചെയ്യേണ്ട ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഇനി നമ്മൾ 120 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അപ്പോഴും 5000 തന്നെയായിരിക്കും. ഈ 5000 ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസം ഒന്നും വരില്ല, അത് 5000 ആയിരിക്കും. പക്ഷെ പെർ യൂണിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അത് 120 യൂണിറ്റ് ആക്കി മാറ്റി. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5000 ഡിവൈഡഡ് ബൈ ഇവിടെ 125 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 5000 ഡിവൈഡഡ് ബൈ 125 ഈക്വൽ ടു 40. അപ്പോൾ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്തപ്പോൾ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസം വന്നു. ടോട്ടൽ അപ്പോഴും 5000 തന്നെയാണ്. പക്ഷെ എന്താണ് പ്രൊഡക്ഷൻ 125 യൂണിറ്റ് ആക്കി മാറ്റിയപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് 40 രൂപയായി. ഇനി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 80 യൂണിറ്റ്സ് ആയിട്ട് കുറച്ചപ്പോൾ 80 യൂണിറ്റ് ആക്കി മാറ്റിയപ്പോൾ അപ്പോഴും ടോട്ടൽ ഫാക്ടറി റെന്റ് എന്ന് പറയുന്നത് 5000 തന്നെയാണ്. പക്ഷെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 80 per unit cost എന്ന് പറയുന്നത് 5000 divided by 80 62.5. അപ്പോൾ എന്താണ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് ഓർ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ വേരി. അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് പ്രൊഡക്ഷന്റെ ചേഞ്ചിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റിൽ വ്യത്യാസം വരുന്നു. അതിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറയും. പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കൂടും. അപ്പൊ പ്രൊഡക്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ 50-ൽ നിന്ന് 40 രൂപയായിട്ട് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് കുറഞ്ഞു. പക്ഷെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്തപ്പോൾ പ്രൊഡക്ഷൻ 100-ൽ നിന്ന് 80 ആക്കി കുറച്ചപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 50-ൽ നിന്ന് 62.5 ആയിട്ട് കൂടി. അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ വ്യത്യാസം വരും. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ്. അടുത്തത് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് വേരി അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്.
പ്രൊഡക്ഷനിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് കോസ്റ്റിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകളും വേരിയബിൾ കോസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഇവിടെ നോക്കേണ്ട കാര്യം വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ആണ് വേരി ചെയ്യുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ആണ് വേരി ചെയ്യുന്നത്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 50 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 100 യൂണിറ്റ് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. 100 മെറ്റീരിയൽ ആവശ്യമായിട്ട് വന്നു. ഒരു മെറ്റീരിയലിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 100 യൂണിറ്റ് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നു. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് 1000 ആണ്. ഇനി നമ്മൾ 70 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. 70 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 120 മെറ്റീരിയൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ 120 മെറ്റീരിയൽ ഇവിടെ അപ്പോഴും ഈ പെർ യൂണിറ്റിൽ വ്യത്യാസമൊന്നും വരില്ല. 120 × 10 1200 ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, 30 ആക്കി റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴും ഈ പെർ യൂണിറ്റിൽ വ്യത്യാസമൊന്നും വരില്ല. 30 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഒരു 80 മെറ്റീരിയൽ ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ 80 × 10 800. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പെർ യൂണിറ്റ് എന്ന് പറയുന്നതിൽ ഒരു ചേഞ്ചും വരില്ല, അത് ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് വ്യത്യാസം വരുന്നത്. ടോട്ടൽ കോസ്റ്റിലാണ് വേരിയേഷൻ വരുന്നത്, പെർ യൂണിറ്റിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പൊ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും. പ്രൊഡക്ഷൻ അനുസരിച്ച് ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് സെമി വേരിയബിൾ കോസ്റ്റ് ആണ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. പകുതി ഫിക്സഡ് ആയിരിക്കും, പകുതി വേരിയബിൾ ആയിരിക്കും. ഇതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ, ഇതിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ് എന്ന് പറയുന്നതൊക്കെ ഈ സെമി വേരിയബിൾ കോസ്റ്റിൽ വരുന്നതാണ്. ഇപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഒന്നും കൺസ്യൂം ചെയ്തിട്ടില്ല, നമ്മൾ പവർ കൺസ്യൂം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു ഫിക്സഡ് ചാർജ് വരും. പിന്നെ ആ ഫിക്സഡ് ചാർജ് കൂടാതെ ഉപയോഗത്തിനനുസരിച്ചിട്ടായിരിക്കും ഇലക്ട്രിസിറ്റി ബില്ല്. ഫിക്സഡ് ചാർജ് എന്തായാലും കൊടുക്കണം, അത് കൂടാതെ ഉപയോഗത്തിനനുസരിച്ച് ബില്ല് കൂടുകയും കുറയുകയും ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഫിക്സഡ് ചാർജ്, ഇലക്ട്രിസിറ്റി ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് 100 ആണ്. ഫിക്സഡ് ചാർജ് ആയത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ എത്ര രൂപ കൊടുക്കണം, ഫിക്സഡ് ചാർജ് 100 രൂപ കൊടുക്കണം. ഇനി പെർ കൺസംഷന് ഇനി ഉപയോഗത്തിനനുസരിച്ച് പെർ കൺസംഷന് 5 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 120 യൂണിറ്റ് ആണ് കൺസ്യൂം ചെയ്തിരിക്കുന്നത്. 120 യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഈ 100 എന്ന് പറയുന്നത് എന്തായാലും കൊടുക്കണം, പ്ലസ് നമ്മൾ 120 യൂണിറ്റ് കൺസ്യൂം ചെയ്തു, അതിൽ പെർ യൂണിറ്റിന് 5 രൂപയാണ്. അപ്പോൾ ഈ 100 പ്ലസ് 120 × 5 അതായത് 600, ടോട്ടൽ എന്ന് പറയുന്നത് 700. ഈ 700-നകത്ത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 700 ആണ്. 700-നകത്ത് 100 എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് ആണ്. ബാക്കി 600 എന്ന് പറയുന്നത് വരുന്നത് ഉപഭോഗത്തിനനുസരിച്ചിട്ടാണ് ഈ 600 വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ചാർജ് അതേപോലെ തന്നെയാണ് ടെലിഫോൺ ചാർജിലും ഇങ്ങനെ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കാണാം. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. അടുത്തത് സ്റ്റെപ്പ് കോസ്റ്റ് ആണ്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്, സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. കോസ്റ്റ് വേരി ചെയ്യുന്നത് സ്റ്റെപ്പ് ആയിട്ടാണ് വേരി ചെയ്യുന്നത്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആദ്യം കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും, റിമൈൻ കോൺസ്റ്റന്റ് ഫോർ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്. ആദ്യം എന്താണ്, അത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. then increases by a fixed percentage when change in output. then ഔട്ട്പുട്ടിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കോസ്റ്റിലും ചേഞ്ച് വരും. ഔട്ട്പുട്ടിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ കോസ്റ്റിലും ചേഞ്ച് വരും. എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, പക്ഷേ ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ചേഞ്ച് വരുന്നത്. റിമൈൻ കോൺസ്റ്റന്റ് ഫോർ എ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് and increases by a fixed percentage when change in output
ബിയോണ്ട് ദ റേഞ്ച്. അപ്പൊ എന്താണ് ഔട്ട്പുട്ട്? അപ്പോൾ ഒരു റേഞ്ച് വരെ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ 100 യൂണിറ്റ് വരെ നമുക്ക് കോസ്റ്റ് വരുന്നത് 1000 ആണ്. 100 യൂണിറ്റ് വരെ നമുക്ക് കോസ്റ്റ് വന്നത് 1000 ആണ്. ദെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഈ ലെവലിൽ നിന്ന് നമ്മൾ എന്താക്കി മാറ്റി, 120 യൂണിറ്റ് ആക്കി മാറ്റിയപ്പോൾ കോസ്റ്റ് 10% ഫിക്സഡ് പെർസെൻറ്റേജ് 10% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റെപ്പ് കോസ്റ്റ് ആയിട്ട് വരും. ആദ്യം കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സർട്ടൻ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വരെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനുശേഷം ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റിൽ വ്യത്യാസം വരും. പക്ഷെ ആ വ്യത്യാസം വരുന്നത് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് കോസ്റ്റിൽ സംഭവിക്കുന്നത്. ഇത് സൂപ്പർവൈസർ സാലറി, ഇൻസ്പെക്ഷൻ ചാർജ്, അതൊക്കെ ഈ സ്റ്റെപ്പ് കോസ്റ്റിൽ വരുന്ന ഒരു കോസ്റ്റ് ആണ്. സൂപ്പർവൈസർ സാലറിയും പിന്നെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റുകളൊക്കെ സ്റ്റെപ്പ് കോസ്റ്റിൽ വരുന്നതാണ്. ഇത്രയുമാണ് ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, ഡയറക്റ്റ് പ്രപ്പോർഷൻ ടു പ്രൊഡക്ഷൻ. ദെൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി ഫിക്സഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കോൺസ്റ്റന്റ് ആയിരിക്കും, ദെൻ ഒരു സർട്ടൻ റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റിൽ ചേഞ്ച് വരും. അത് ആ ചേഞ്ച് എന്ന് പറയുന്നത് ഫിക്സഡ് ചേഞ്ച് ആയിരിക്കും, ഫിക്സഡ് പെർസെൻറ്റേജ് ആയിരിക്കും അതിൽ വരുന്ന ചേഞ്ച്. ഇനി അടുത്തത് ഐഡന്റിഫയബിലിറ്റി ആൻഡ് ട്രേസബിലിറ്റി. ഇതിനനുസരിച്ചിട്ട് കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമുക്കൊരു പ്രൊഡക്റ്റിലേക്ക് നേരിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ വേരിയബിൾ കോസ്റ്റും ഡയറക്റ്റ് കോസ്റ്റും നമുക്ക് ഉൾപ്പെടുത്താം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ഐഡന്റിഫൈഡ് വിത്ത് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റിലേക്ക് ഒരു സർവീസിലേക്ക് നമുക്ക് നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകളാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. അതിൽ വരുന്നത് എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഈ ഇൻഡയറക്റ്റ് കോസ്റ്റിനകത്ത് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഒരു ടേബിൾ ഉണ്ടാക്കാൻ നമുക്കതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ വുഡ് ആണ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വുഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ടേബിളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ടേബിൾ കോസ്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പക്ഷെ അതേപോലെ തന്നെ ആ മെറ്റീരിയൽ, ആ ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാർപ്പൻറ്ററാണ്. കാർപ്പൻറ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണ്. അതേപോലെ തന്നെ കാർപ്പൻറ്ററിന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആണ് കാർപ്പൻറ്ററിന് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത്. പക്ഷേ സൂപ്പർവൈസർ, ആ ടേബിൾ ഉണ്ടാക്കാൻ നമുക്ക് സൂപ്പർവൈസർ വേണം. സൂപ്പർവൈസറിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷനായിട്ട് നേരിട്ട് ബന്ധമില്ല. സൂപ്പർവൈസ് ചെയ്യാൻ മാത്രമാണ്, അയാൾ പ്രൊഡക്ഷനിലേക്ക് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഈ സൂപ്പർവൈസറിന്റെ സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. ഒരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സർവീസിലേക്ക് നേരിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നേരിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇതിൽ വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിൽ വരുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോളബിലിറ്റിക്ക് അനുസരിച്ചിട്ട് കൺട്രോളബിൾ എന്നും അൺകൺട്രോളബിൾ കോസ്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ എ സ്പെസിഫൈഡ് പേഴ്സൺ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ സ്പെസിഫൈഡ് പേഴ്സണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൺട്രോളബിൾ കോസ്റ്റ് ആണ്. കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് സ്പെസിഫൈഡ് പേഴ്സൺ, ആ ഓർഗനൈസേഷനെ കൊണ്ട് അല്ലെങ്കിൽ ആ സ്പെസിഫൈഡ് പേഴ്സണെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അൺകൺട്രോളബിൾ കോസ്റ്റ് ആണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. വേരിയബിൾ കോസ്റ്റ് എല്ലാം കൺട്രോളബിൾ കോസ്റ്റിൽ വരും. അതായത് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ്. ഇപ്പോൾ നമ്മൾ ലേബറിന് 4 മണിക്കൂർ കൊണ്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, 4 മണിക്കൂർ കൊണ്ട് അവരുടെ ജോബ് കംപ്ലീറ്റ് ആകാൻ പറഞ്ഞു. പക്ഷെ അവർ 5 മണിക്കൂർ എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ അവർ കുറേ സംസാരിച്ചിട്ടും അങ്ങനെ എങ്ങനെയൊക്കെ സമയം കളയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും.
എന്നിട്ട് ആ കോസ്റ്റ് കൺട്രോൾ ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ അവരെ കൊണ്ട് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കൺട്രോളബിൾ കോസ്റ്റ് ആണ്. പക്ഷെ നമ്മൾ അൺകൺട്രോളബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫിക്സഡ് കോസ്റ്റ് ആണ് ഈ അൺകൺട്രോളബിൾ കോസ്റ്റിന് വരുന്നത്. ഇപ്പൊ റെന്റ്, ഇൻഷുറൻസ്, അതായത് ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെന്റ്, അത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻഷുറൻസ്, അതൊന്നും എന്താണ്, ഇൻഷുറൻസ് ഒക്കെ ഫിക്സഡ് ആയിരിക്കും, അത് നമ്മളെ കൊണ്ട് കുറയ്ക്കാനൊന്നും പറ്റില്ല, ആ കോസ്റ്റ് കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കോസ്റ്റുകളാണ് അൺകൺട്രോളബിൾ, അതായത് കൺട്രോൾഡ് ബൈ എ സ്പെസിഫൈഡ് പേഴ്സൺ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് സ്പെസിഫൈഡ് പേഴ്സൺ. ഇതാണ് കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ കോസ്റ്റ്. ഓക്കെ.